ഇടുക്കിയിലെ തോട്ടം മേഖലയിൽ പ്രചരണം ശക്തമാക്കി ജോയ്സ് ജോർജ്. CPI നേതാവും ഡെപ്യൂട്ടി സ്പീക്കറുമായിരുന്ന CI കുര്യന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് ജോയ്സ് ജോർജ് റോഡ് ഷോയ്ക്ക് തുടക്കം കുറിച്ചത്. ഇടുക്കിയിൽ വിജയം ഉറപ്പെന്ന് ജോയ്സ് ജോർജ് കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിച്ചു. ഇടുക്കിയിൽ ഒരു 3 അംഗത്തിന് കളമൊരുങ്ങിയിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ശുഭപ്രതീക്ഷ? അല്ല, ഈ പ്രാവശ്യം 2014 മുതൽ 19 വരെ പാർലമെന്റ് അംഗമെന്ന നിലയിലുള്ള നമ്മുടെ പ്രവർത്തനവും അതിനുശേഷം പിന്നീട് 19 മുതൽ 24 വരെ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നല്ലോ. 19 മുതൽ 24 വരെയുള്ള നിലവിലുള്ള പാർലമെന്റ് അംഗവും. അപ്പം മത്സരം ആ തരത്തിലാണ് നടക്കുന്നത്. അപ്പോൾ ഈ രണ്ടുപേരുടെയും രണ്ട് കാലഘട്ടം 14 മുതൽ 19 വരെയുള്ള MP എന്ന നിലയിലുള്ള നമ്മുടെ പ്രവർത്തന കാലഘട്ടവും പിന്നീടുള്ള കാലഘട്ടവും വിലയിരുത്തി ആളുകൾ വോട്ട് ചെയ്യും. കൃത്യമായി വോട്ട് ചെയ്യൽ സാഹചര്യം ഉണ്ടായാൽ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും. ഈ പ്രാവശ്യം ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ വന്യമൃഗ ശല്യം തന്നെ എല്ലാം തന്നെ ജില്ലയിൽ ഉയർന്നു വരുന്ന ഒരു പ്രശ്നമാണ്. ഇതെല്ലാം തെരഞ്ഞെടുപ്പിന് ബാധിക്കുക? ഇല്ല, ഈ വിഷയങ്ങൾ പരിഹരിക്കുന്നതിനകത്ത് കൃത്യമായ നിലപാടുള്ളത് LDF-നാണ്. ഭൂപ്രശ്നങ്ങളാണെങ്കിലും വന്യജീവി ശല്യമാണെങ്കിലും ഒക്കെ 2014 അതിനു മുമ്പും ഈ പറയുന്ന വന്യജീവി പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും ആളുകളെ ആക്രമിക്കുമെന്നും ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇത് വരുമെന്നും ഇടനാഴികൾ ഉണ്ടാക്കാനുള്ള ഗൂഢശ്രമങ്ങൾ ഉണ്ടാകുമെന്നും ജനങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കുമെന്നും ഒക്കെ നമ്മൾ പറഞ്ഞപ്പോൾ അതൊന്നും ഉണ്ടാവില്ല, വന്യമൃഗങ്ങളൊക്കെ കാട്ടിൽ തന്നെ നിൽക്കുമെന്ന് പറഞ്ഞവരാണ് കോൺഗ്രസ്സുകാർ, അല്ലെങ്കിൽ UDF. അതിനുശേഷം പിന്നീട് നമ്മൾ നടത്തിയ എല്ലാ പ്രവർത്തനങ്ങൾക്കും കൃത്യമായ നിലപാടുമായി LDF മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരായ നിലപാട് സ്വീകരിച്ച ഒരു സംവിധാനമാണ് ജില്ലയിലെ UDF-ഉം സംസ്ഥാന തലത്തിൽ PD സതീശനും സുധാകരനും ഉൾപ്പെടെയുള്ള ആളുകൾ. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങൾക്കകത്ത് കൃത്യമായ നിലപാടുള്ളത് സ്ഥാനാർത്ഥി എന്ന നിലയിലും മുന്നണി എന്ന നിലയിലും LDF-നും നമുക്കുമാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയങ്ങൾക്കകത്ത് ശാശ്വതമായ പരിഹാരം കാണണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ജനവിഭാഗങ്ങളും നമുക്ക് അനുകൂലമായി നിൽക്കുകയും നമുക്ക് വോട്ട് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ആളുകൾ വോട്ട് ചെയ്യുന്നത് കൊണ്ടുകൂടിയാണ് വലിയ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ ജയിക്കുന്നത്. തീർച്ചയായിട്ടും ഇടുക്കിയിൽ LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ് പ്രചാരണം ശക്തമാക്കിയിരിക്കുകയാണ്. ശുഭപ്രതീക്ഷയോടെ തന്നെയാണ് പ്രചാരണം ശക്തമാക്കി തോട്ടമേഖലയിലടക്കം മുന്നോട്ട് പോകുന്നത്. ക്യാമറമാൻ AP രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.